സർവമായ വലിയ വിജയമാണ് തിയേറ്ററിൽ നിന്ന് നേടിയത്. ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടിയിലേക്ക് സിനിമ കുതിച്ചുയരുകയാണ്. ഇപ്പോഴത്തെ ചിത്രം എന്ന് OTT-യിൽ എത്തുമെന്ന ചർച്ചകളും സജീവമാണ്. എന്തൊരു കുതിപ്പാണ്! പ്രേക്ഷക ഹൃദയം കീഴടക്കി സർവമായ മുന്നേറുന്നു. കോടികൾ നേടിയാണ് യാത്ര. സർവമായ തിയേറ്ററുകൾ കീഴടക്കിയിരിക്കുകയാണ്. ഡിലുലുവും പ്രഭയും അങ്ങ് തിളങ്ങുകയാണ്. 22 ദിവസം കഴിഞ്ഞിട്ടും തേരോട്ടത്തിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. അതുതന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. വെട്ടിനിരത്തിയിരിക്കുന്നത് വമ്പന്മാരെ. റെക്കോർഡുകൾ തകർത്ത കുതിപ്പ്. ബോക്സ് ഓഫീസിൽ വിസ്മയമായി മാറിയിരിക്കുകയാണ് ഈ സർവമായ. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രമാണിത്. തിയേറ്ററിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിലും സിനിമ ഇതിനോടകം 100 കോടി പിന്നിട്ട് കഴിഞ്ഞു. കേരളത്തിലും വലിയ നേട്ടമാണ് ചിത്രം സ്വന്തമാക്കുന്നത്. 150 കോടിയിലേക്ക് സിനിമ കുതിച്ചുയരുകയാണെന്ന് ആരാധകരും പറയുന്നു. നിവിൻ പോളിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ഇത്. ആരാധകർ ഇപ്പോൾ ആഘോഷിക്കുകയാണ് നിവിൻ പോളിയുടെ സിനിമയെ. തിയേറ്ററിലെത്തി ഒരു മാസത്തിനോടടുക്കുമ്പോൾ സിനിമ മറ്റൊരു തലത്തിലേക്കാണ് എത്തുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT വിശേഷങ്ങളും ചർച്ചയായി തുടങ്ങിക്കഴിഞ്ഞു. സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ എന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി ആദ്യവാരമോ രണ്ടാം വാരമോ സർവമായ OTT-യിൽ എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും OTT-യിലും സർവമായ തിളങ്ങുമെന്ന് ഉറപ്പാണ്. അതേസമയം സിനിമയുടെ ആഗോള കളക്ഷനും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. 131 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഉടൻ തന്നെ 150 കോടി ക്ലബിൽ എത്തുമെന്നാണ് കണക്കുകൾ. നിവിൻ അജു കോംബോ തന്നെയാണ് ഇതിലെ പ്രധാന ഘടകം. ഇരുവരുടെയും കോംബോ ആരാധകർക്കും സിനിമാ പ്രേക്ഷകരെയും ചിരിപ്പിക്കുന്നുണ്ട്. ഇരുവരുടെയും ഭാഗങ്ങൾക്ക് തിയേറ്ററിൽ നല്ല റെസ്പോൺസാണ് ലഭിക്കുന്നത്. ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന റിയ ഷിബു മികച്ച പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. കോടികൾ നേടി മുന്നേറുകയാണ് ഇപ്പോൾ സർവമായ. എങ്കിലും ബോക്സ് ഓഫീസ് പട്ടികയിലും ചിത്രം സ്ഥാനം മെച്ചപ്പെടുത്തുന്നുണ്ടെന്നാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ അനുസരിച്ച് 9ാം സ്ഥാനത്തേക്കാണ് ചിത്രം എത്തിയിരിക്കുന്നത്. 132 കോടിയാണ് സിനിമയുടെ നിലവിലെ കളക്ഷനായി പറയുന്നത്. ഇതോടെ മോഹൻലാലിന്റെ ലൂസിഫറിനെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പ്രേമലു 10ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങി വെറും 10 ദിവസം കൊണ്ടാണ് സർവമായ 100 കോടി പിന്നിട്ടത്. ഫൺ സ്വഭാവത്തിലൊരുങ്ങിയ ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് രണ്ടാം പകുതിയുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രത്യേകത. ഒരു ഹൊറർ കോമഡി മൂഡിലാണ് ചിത്രം ഒരുക്കിയതെങ്കിലും പ്രേക്ഷകർക്ക് അത്രത്തോളം ആസ്വദിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ മാത്രമാണ് ചിത്രത്തിലുള്ളത്. അഖിൽ സത്യൻ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം കൃത്യമായി അജണ്ടയോടെ തയ്യാറാക്കിയ ഒരു ചിത്രം തന്നെയാണ് സർവമായ. ഗൾഫ് രാജ്യങ്ങളിലും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലെല്ലാം സിനിമയ്ക്ക് മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ലഭിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം പ്രേക്ഷകരെയും ഞെട്ടിക്കുന്ന ഒന്നു തന്നെയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.